അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളെ ക്രാഫ്റ്റ്മാൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഹൗസ് ആക്കും, പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേറെ വേൾഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ജംഗിളിലാണ് സ്പോണായത്. അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് വീഡിയോ നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെയാണ് സ്പോൺ അയക്കുന്നത്. ഇപ്പം എന്തെങ്കിലും സീഡ് കിട്ടിയത് അങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ വിജയിക്കുന്നത്. ഞാൻ അത് സ്പോണായിട്ട് തന്നെ ഒഴിക്കാം. ഒരു ഇത് പൊട്ടി ഗ്രാസ് പൊട്ടിച്ചു. ഇപ്പം ഞാൻ വുഡ് കട്ട് ചെയ്യാം. വുഡ് കട്ട് ചെയ്യുമ്പോൾ സാപ്ലിങ് കിട്ടിയാൽ നല്ലതായിരിക്കും. ഇവിടെ ഞാൻ നട്ട് വെച്ചിട്ട് പോകണം, നല്ല കൈമേക്കണം. ഈ എപ്പിസോഡിൽ നമ്മൾ മറ്റേ വീടാക്കുന്ന പറഞ്ഞിട്ടേ അത് ആക്കാൻ ചാൻസ് കുറവാണ്. നമുക്കെന്നാൽ നോക്കാൻ പറ്റുമെങ്കിൽ ആദ്യം നമുക്ക് 3 ഷീപ്പിനെ കണ്ടെത്തണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബ്ലാങ്ക്സ് ആക്കി സ്റ്റിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഞാൻ വീണ്ടും ബ്ലാങ്ക്സ് ആക്കുന്നു, സ്റ്റിക്ക് ആക്കുന്നു. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വീണ്ടും ബ്ലാങ്ക്സ് ആക്കിയിട്ട് പിക്കാക്സ് ആക്കാം. പിക്കാക്സ് ആക്കിയിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. ഞാൻ ഇപ്പോൾ താഴേക്ക് തന്നെ കുഴിച്ച് വെച്ച് സ്റ്റോൺ കട്ട് ഇതെടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും വെച്ച് കയറാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ഡർട്ട് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഇനി ഒരു സ്റ്റോൺ പിക്കാക്സ് ആക്കിയിട്ട് മൈൻ ചെയ്യുന്നു കേട്ടോ. എനിക്ക് ഈ സ്റ്റോൺ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര താല്പര്യമൊന്നുമില്ല. എന്നാലും സ്റ്റോൺ ടൂൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാക്കുന്നത്. എനിക്ക് താല്പര്യമൊന്നുമില്ല. എനിക്ക് ആദ്യം തന്നെ കുറേ വുഡ് ഇട്ടിട്ട് വീട് ഇട്ടണമെന്നേ ഉള്ളൂ. എൻ്റെ മോന് ഷീപ്പിൻ്റെ ഇതെടുത്ത് ബൂളെടുത്തിട്ട് ബെഡാക്കിയാൽ മതിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇത് ആക്കാനൊന്നും താല്പര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇനി ഇവിടുത്തെ ഒരു പൂച്ചുണ്ട് കണ്ടോ, നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ബാമ്പൂവിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ. ആദ്യത്തെ ഷിബ് പായ്ന്ന് വെള്ളത്തിൽ തുള്ളി അടിച്ച് എനിക്ക് കിട്ടിട്ടോ. ഡ്രൗണ് ട്രേഡിങ് പിടിച്ച ഡ്രൗണ് ഞങ്ങൾക്ക് പേടിയാ. നൈസ് ഷീപ്പിൻ്റെ ഇറച്ചി അടഞ്ഞുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് പോകണോ? പോയാൽ ഗുണമൊന്നുമില്ല, അത് കുറച്ച് വരെ പോവാം. നമുക്കിപ്പോൾ ഷീപ്പിനെ കണ്ടെത്തണം. ഷീപ്പ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ട്. ഇതാണ് ഷിബ് 2 ഉണ്ട്. നമുക്ക് ബെഡാക്കാം ഇനി. അത് പാഞ്ഞു നോക്കി ഞാൻ തല്ല. ഇനി പോയിട്ട് അതിനെ പിടിക്കാം. എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് പാഞ്ഞതേക്കത്. ഞാൻ വേഗം പോയിട്ട് എന്നെ കൊല്ലിട്ട്. കിട്ടി. ഞാൻ പോയിട്ട് ഇവിടെ ബത്തൊക്കെ ഉണ്ട് ഗൈസ്, അത് പൊട്ടിച്ചെടുക്കാം. ബത്തക്ക ഇനി എനിക്ക് പ്ലാനില്ലത്. ചിലപ്പോൾ അപ്പുറത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ വുഡ് കട്ട് ചെയ്യണം. ഏതെങ്കിലും ഒന്നാക്കണം. ചിലപ്പോൾ അതൊന്നാക്കൂല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും. അതാണ് കേട്ടോ എൻ്റെ രീതി. ഞാൻ ഇപ്പോൾ എന്തായാലും ഈ ബത്തൊക്കെ ഫുള്ളും ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതിനൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇതാടാ ഒന്നല്ല കുറേനുണ്ട്. ഞാൻ വേഗം പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിവിടെ ഫുള്ളുണ്ട് ഗൈസ്, കുറേ ഉണ്ട്. ജംഗിളായാലും അതാന്നൊരു ഗുണം കേട്ടോ. നല്ലോണം ഫുഡ് കിട്ടും. ഫുള്ള് ബത്തൊക്കെ ഇരിക്കും. എന്തായാലും എൻ്റെ പിക്കാക്സ് പോയിട്ടോ. ഉടൻ പിക്കാക്സ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ അടുത്ത് മറ്റേ സ്റ്റോണിൻ്റെ ഇതുണ്ട്. ഞാൻ ഇപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പോയിട്ട് എങ്ങോട്ടെങ്കിലും. രാത്രി ആകുമ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചെറിയൊരു പേടിയുണ്ട്. ക്രീപ്പറായിട്ട് മഞ്ഞ് പൊട്ടിച്ചാലും ഞാൻ ഉറങ്ങുന്നതിൻ്റെ അടുക്ക്. ഇവിടെ കുറേ ഉണ്ട് കൈസ് പത്തൊക്കെ. ഞാൻ ഇതെല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ടോ. എനിക്ക് ഈ ബത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫുള്ളും ബത്തൊക്കെ എടുക്കുന്നത്. ഇവിടെ ബാമ്പു ഉണ്ട്, ബാമ്പു
ഞാൻ അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് പൊട്ടിച്ചതേ ഇല്ല, എല്ലാം കുടിച്ചതായിരിക്കും. എനിക്ക് ഈ ക്രാഫ്റ്റ് മേലെ ഒരു സംശയമുണ്ട്. നമ്മൾ സാധാരണ വാരം പൊട്ടുമ്പോൾ താഴെട്ടിയാൽ അത് വീഴുന്നില്ലല്ലോ. അപ്പം ഈ ബാമ്പു അങ്ങനെ വീഴുന്നു. ഇവിടെ ഷുഗർ കെയിനുണ്ട്, നമുക്കത് പൊട്ടിച്ചെടുക്കാം. അപ്പുറത്തേക്ക് പോയേക്കണോ? പോവാം. ഇവിടെ മറ്റേ വേറെ ഏതെല്ലാം വുഡുണ്ട്. ഇതെല്ലാം പൊട്ടിക്കണോ? എൻ്റെ അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു പിക്കാക്സ്, എൻ്റെ അടുത്ത് പിക്കാക്സ് ഉണ്ട്. ഒരു സോഡാക്കാം, ഒരു ബെഡും ആക്കാം. സോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ സോഡിനെ കൊണ്ട് മുള ഫുള്ളും വേഗം പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഞാൻ സ്റ്റിക്കാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ആക്സ് ആക്കിയിട്ട് ഞാൻ വീണ്ടും സ്റ്റിക്കാക്കിയിട്ട് നമുക്ക് എന്താക്കാൻ ഫർണസാക്കാം. ഫർണസാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് വേണ്ട, ഞാൻ ശവലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിക്കാക്കിയത്. ഞാൻ ഡർട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുത്തിട്ട് ഈ ബാമ്പു കുറേ പൊട്ടിക്കുക. നമുക്ക് ഈ ഷീപ്പിനെ കൊല്ലാം. ആവശ്യമില്ല, എന്നാലും എക്സ്പി കിട്ടും. ഇതെല്ലാം പൊട്ടിക്കുക. ഒരു സ്റ്റാക്കിലധികം ആവുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും പൊട്ടിച്ചെടുക്കണമല്ലോ. നമുക്കത് ബർത്ത്ഡേ വയ്ക്കുന്ന കണ്ടാലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഞാൻ എല്ലാം അധികമാണ് പൊട്ടിച്ചെടുക്കാൻ നോക്കുന്നത് കേട്ടോ. വീണ്ടും പൊട്ടിച്ചെടുത്തു. ഇനി വേറെന്തേലും പണിയുണ്ടോ? വീട് കെട്ടണോ? നമുക്കത് സംശയമാണ്. വീട് കെട്ടണോ അല്ല വുഡ് കെട്ടണോ ഒന്നും മനസ്സിലാവുന്നില്ല. മൈനിങ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഫുള്ളും എല്ലാ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടം ബ്ലൂ ആണ്, എല്ലാം ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് മറ്റേ ചെന്നൈയിലൊരു കളിയുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് നോക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇപ്പോൾ ബാമ്പു ബ്ലോക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അതിന് ബാമ്പു ബ്ലോക്ക് വെച്ചിട്ട് അതിനെ കൊണ്ട് ഇതാക്കുന്നു കേട്ടോ. ഇതെന്ത് സാധനം? എനക്കറിയണ്ട, ഇതെന്തല്ലോ സാധനമുണ്ട്. ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ പോട്ട് അവിടെ മഷ്റൂമെല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കണം. വേണ്ടല്ലേ, ബെഡ് ഇടൊക്കെ റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കിയിട്ട് ഞാൻ ബ്ലാങ്ക്സ് ആക്കണം. വേണ്ടല്ലേ, ഞാൻ എല്ലാം നിങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്യുന്നില്ല വൈസ്. എന്തായാലും ഞങ്ങളുടെ ചുറ്റുപാട് നോക്കട്ടെ എന്തെങ്കിലും പണിയുണ്ടോന്ന്. വുഡ് കട്ട് ചെയ്യണം, വുഡ് കുറേ ഉണ്ട്. ഈ ക്രാഫ്റ്റ് മാൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? നമുക്ക് എത്ര വേണമെങ്കിലും വുഡ് കട്ട് ചെയ്തിട്ട് വീണ്ടും നടുകയും ചെയ്യാം, വേഗം വലുതാക്കുകയും ചെയ്യാം. ഞാൻ ഇതിനെ കൊല്ലുന്നു കേട്ടോ. സാധനം കിട്ടിയോ? ഞാൻ കൊന്നാൽ കിട്ടുന്ന സാധനം കിട്ടിയോ? കിട്ടി. ഓക്കെ, ഇനി ബ്ലാക്ക് ഡേ ആക്കുന്നുണ്ട്, ആക്കാം. നമുക്ക് സാപ്പിങ് വേണം. നമുക്ക് വേറെ വീട് കെട്ടുമ്പോൾ അത് ആവശ്യം വീഴും. നമുക്കൊരു 4 സാപ്ലിങ് വേണം. 4 സാപ്ലിങ് ഉണ്ടെങ്കിൽ അത് വളർന്നിട്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം ഒട്ടിച്ചിട്ട് വീണ്ടും സാപ്ലിങ് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ആക്കി പോവാം. അപ്പോൾ കുറേ എണ്ണവും. ഞാനിപ്പോൾ എന്തെല്ലാം ആക്കി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? രാത്രി ആവാൻ എൻ്റെ ബെഡുണ്ട്, എന്നാലും ചെറിയ വീട്. നമുക്ക് എന്തായാലും ഇവിടെ ബെഡ് വെച്ചിട്ട് ഉറങ്ങുകയോ നോക്കാം. ഹൈറ്റത്ത് കൊണ്ടിട്ട് വെക്കണമെന്നില്ല, അടച്ച കുറച്ചുകൂടി വേഗം ഉറങ്ങാൻ പറ്റും, എന്നാലും ഇല്ല. രാത്രി ഒരു ക്രീപ്പർ എനിക്ക് പൊട്ടിത്തെറിച്ചത് അങ്ങനെ പണി കഴിഞ്ഞു. ഞാൻ ഇവിടെ ക്രീപ്പർ സാധ്യമില്ല, എന്നാലും
ഒരു പേടിയുണ്ട് സോംബി അറ്റമ്മൻ്റെ തച്ചാലോ ഉറങ്ങുന്നതിൻ്റെ അടുക്ക്. നമുക്ക് എന്തായാലും സാപ്ലിങ് കിട്ടുന്ന ഈ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 3 എന്നാലും കുറേ വേണം, നാളും വേണം. രാത്രി ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ കേട്ടോ. കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് സാപ്ലിങ് ഉണ്ടോ നോക്കാണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ഞാൻ പോയിട്ട് സാപ്ലിങ് കിട്ടുമോ അതായത് ഇവിടെ കഴിക്കാൻ നോക്കാം. കിട്ടിച്ചെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോവാം. സോംബിയായിട്ടും വരലേന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ. ഇതെല്ലാം പൊട്ടിക്ക ഫുള്ള് പൊട്ടി. എൻ്റെ ഉടൻ ഇത് പൊട്ടി. ഞാൻ കൈയോട്ട് സോംബി കോടില്ല. എൻ്റെ ടാക്സ് ഉണ്ട് പൈക്കോ നിൽക്കാൻ ഒന്നാക്കയ്യ ഞാൻ ഊരും. പോടാ പോയി. ഇതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിട്ടു. തുള്ളി ചടിക്കാൻ നോക്കി ഗൈസ്. ഞാൻ അപ്പോഴേക്ക് ഞാൻ പോയിട്ട് ആക്സോട് ഒരു വേണ്ടി ഞാൻ എൻ്റെ ബെഡ് കണ്ടില്ല. അതോടെ ഇത് കട്ടയിട്ട് സാപ്ലിങ് കിട്ടുമോ നോക്കാം. മുകളിൽ കട്ടയിട്ട് പോയിട്ട് നമുക്ക് സാപ്ലിങ് എടുക്കാം. അതിങ്ങനെ കട്ട് ചെയ്താൽ മതി. അതൊരു ഈസി ട്രിക്കല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഫുള്ള് പൊട്ടിക്കളയാം. നമുക്ക് കിട്ടിയാലും നല്ലത്. പൊട്ടിക്ക ഫുള്ളും പൊട്ട്. അവിടെ ഒന്ന് വീണു. ഒന്നുകൂടി പൊട്ടിക്ക കാണുന്നില്ല. ഒന്നിത് കണ്ടിട്ട നിങ്ങൾക്ക് വീഴുന്നതായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് നമുക്ക് വീഴുന്നതായിട്ട് തോന്നില്ല. ഇവിടെ ഒന്നുണ്ടാകും. എന്തായാലും എടുക്കാം. വെള്ളത്തിലൊന്നുണ്ട്, അതെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ